ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇപ്പോഴത്തെ ചൂടിനും ദാഹത്തിനും നോമ്പിനും ഒക്കെ കുടിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ഡ്രിങ്ക് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ടാങ്ക് വെച്ചിട്ടാണ് ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മാംഗോൻ്റെ ടാങ്കാണ് ഇതിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്കും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തിളച്ച് വരുമ്പോൾ ഞാനിവിടെ ഒരു അരക്കപ്പ് സാബൂനരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ഊറ്റിയെടുത്തിട്ട് ഇതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കുക. ഇനി ഇതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കോൺഫ്ലോർ അല്ലെങ്കിൽ കൂവപ്പൊടി. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കൂവപ്പൊടിയാണ്. ഇതിന് പകരം നിങ്ങൾക്ക് കൂവപ്പൊടി ഇല്ലെങ്കിൽ കോൺഫ്ലോർ വേണമെങ്കിലും ഇതിന് പകരമായിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കൂവപ്പൊടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു 1/2 ലിറ്റർ പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തിളച്ച് വരുമ്പോൾ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കൂവപ്പൊടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇതിന് പകരം കോൺഫ്ലോർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊരു മിനിറ്റൊക്കെ ഒന്ന് കുറുക്കിയെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് നമുക്ക് ഈ ഒരു ഡ്രിങ്ക് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് തണുപ്പിക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ അടുപ്പിൽ നിന്നും മാറ്റിയ ശേഷം ഇത് നന്നായിട്ടൊന്ന് ചൂടാറി കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തണുപ്പിച്ചെടുക്കുക. ഇനി ഞാനിവിടെ ഒരു മാങ്ങ ഇതേപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം മാങ്ങ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇല്ലെങ്കിലും ഇത് സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ ചിയ സീഡാണ്. ഇതിന് പകരം നിങ്ങൾക്ക് കസ്കസ് വേണമെങ്കിലും യൂസ് ചെയ്യുക. അപ്പോൾ ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിർക്കാനായിട്ട് വെക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് തണുപ്പിച്ച് വെച്ചിരിക്കുന്ന പാലിൻ്റെ മിക്സ് ഒരു പകുതിയോളം ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മാംഗോ ടാങ്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ടാങ്ക് ചേർത്ത് കൊടുക്കുന്നത് വീഡിയോയിൽ പെട്ടിട്ടില്ല. ഈ ഒരു ഡ്രിങ്കിൻ്റെ ടേസ്റ്റ് തന്നെ ഈ ടാങ്ക് ചേർത്ത് കൊടുക്കുമ്പോഴാണ്. അപ്പോൾ ടാങ്കും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി രണ്ടാമത്തെ ട്രിപ്പ് ഇതേപോലെ തന്നെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. മാംഗോൻ്റെ ടാങ്ക് ചേർക്കുമ്പോൾ ഈ ഡ്രിങ്കിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതിലിനി വേറെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട. അപ്പോൾ ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സാബൂനരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൽ മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. ടാങ്കിന് നല്ല മധുരമുള്ളതുകൊണ്ട് ആ മധുരം തന്നെ മതിയാവും. ഇനി മധുരം വേണമെന്നുള്ളവർക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കുതിർത്ത് വെച്ചിരിക്കുന്ന കസ്കസും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാംഗോൻ്റെ പീസസ് ഇപ്പോൾ ഞാനിതിൽ നിന്ന് ഒരു പകുതിയോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പകുതി ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ അടിപൊളി സ്പെഷ്യൽ ഡ്രിങ്കാണ്. അപ്പോൾ ഇത് നമ്മൾ പറയുന്ന പോലെയല്ല, ഇത് കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിവിടെ മാംഗോൻ്റെ പീസസ് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ജ്യൂസ് ഇതിലേക്ക് സെർവ് ചെയ്യാം. അപ്പം നല്ല തണുപ്പോട് കൂടെ വേണം ഈ ഒരു ജ്യൂസ് കുടിക്കാനായിട്ട്. അപ്പം നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ ഇത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു.